സുഭാഷ് ബാബു എസ്.പി ടെലിഫോൺ ലൈനുണ്ട്. അനുഭവം തുടരുക സാർ. ഇതിപ്പോൾ പോലീസിലെ മാനസിക സമ്മർദ്ദം, അതായത് സ്വന്തം ഭാര്യയുടെ പ്രസവത്തിന് പോകാൻ സാധിച്ചില്ല, വിട്ടില്ല, അതിനുള്ള കൃത്യമായ അവധിയൊന്നും കൊടുക്കാതെ പോലീസ് ഉദ്യോഗസ്ഥൻ പീഡിപ്പിച്ചു എന്നാണ് ഈ അവസാനം ഈ മനുഷ്യൻ തന്റെ സുഹൃത്തിന് അയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. SOG ക്യാമ്പിലെ കമാൻഡോ ആണ് വിനീത്. ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പോലീസിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. എന്നിട്ടും ചില വ്യക്തികളെങ്കിലും മനുഷ്യത്വപരമായി പെരുമാറുന്നില്ല എന്നുള്ളതാണോ? തീർച്ചയായിട്ടും. കാരണം ഒരു പോലീസ് ക്യാമ്പിലായാലും ശരി, പോലീസ് സ്റ്റേഷനിലായാലും ശരി, അവിടെ അവരുടെ ചാർജിലുള്ള ഉദ്യോഗസ്ഥൻ, പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, മറ്റേതാണെങ്കിൽ അവിടുത്തെ അദ്ദേഹത്തിന്റെ പ്ലേറ്റൂണിലെ അല്ലെങ്കിൽ ആ സ്ക്വാഡിന്റെ കമാൻഡർ ഉണ്ടാവും. അദ്ദേഹമാണ് ഇവരുടെ വെൽഫെയർ ഒക്കെ നോക്കേണ്ടത്. അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളും ഔദ്യോഗികമായ അവിടുത്തെ അച്ചടക്ക സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമുള്ള ഫുഡിന് അല്ലെ ചെറിയ ചെറിയ അസുഖങ്ങൾ കൊണ്ട് ഇതെല്ലാം നോക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടെന്നാണ് നിയമം പറയുന്നത്. അപ്പൊ ഈ ഒരു ക്യാമ്പിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഈ കമാൻഡോസിന്റെ ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ് ഇവര്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ചില സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യത്തിനെ കാര്യമായി ബാധിക്കുന്ന ചില നിയന്ത്രണങ്ങളൊക്കെ ആ വിഭാഗക്കാർക്കുണ്ട്. അവർക്ക് ലീവ് കൊടുക്കലില്ല. കൊടുത്താൽ തന്നെ ഒരു വളരെ നിയന്ത്രിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ. പിന്നെ അവരുടെ വളരെ കഠിനമായ ട്രെയിനിങ് ആണ്. അത് അവരുടെ ജോലി സ്വഭാവത്തിനനുസരിച്ച് ഇവർ ഓപ്ഷൻ കൊടുത്ത് പോകുന്നത്, അല്ലാണ്ട് നിർബന്ധിച്ച് അയക്കുന്നൊന്നുമല്ല. ഓപ്ഷൻ കൊടുത്തിട്ട് അവിടുത്തെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുക. അത് ഒരു കൃത്യമായ കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ അതിന് പ്രത്യേകമായിട്ടുള്ള സാമ്പത്തികവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ ചെയ്യാൻ, എനിക്കത് ചെയ്യണം എന്നുള്ളത് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു താല്പര്യവും അതിന് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റും, അതിങ്ങനെയൊക്കെയുള്ള ആളുകൾ പോകണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഇതേമാതിരിയുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരും. അത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്താന്ന് പഠിച്ചിട്ട് അതിന് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളും സഹായങ്ങളും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യാത്തത് കൊണ്ടാണ് ഇതേമാതിരിയുള്ള മാനസിക പ്രശ്നം വരുന്നത്. അത് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെ ബന്ധിച്ചിട്ടാണല്ലോ. ആ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് പറയാനോ അല്ലെങ്കിൽ കേൾക്കാനോ ചോദിച്ചു മനസ്സിലാക്കാനോ ഒരു സംവിധാനം അവിടെ ഇല്ല എന്നും അദ്ദേഹം അത് പിന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെങ്കിലും പറയുമ്പോൾ ഇതിൽ കാര്യമായി ശ്രദ്ധിക്കുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഈ പറയുന്ന ക്യാമ്പിലൊക്കെ ശരിക്കൊരു ഇവർക്ക് മാനസിക സമ്മർദ്ദം പല രീതിയിൽ ഉണ്ടാകുന്നതാണ്. കാരണം ജോലി സ്വഭാവം തന്നെ വലിയ റിസ്ക് ആണ്. കാരണം ഇവരിപ്പം ഈ ഫോറസ്റ്റിലും അതേമാതിരിയുള്ള ഹൈഡ് ഔട്ട്സിലൊക്കെ പോയിട്ട് വളരെ അതായത് ജീവൻ മരണ സമരം ചെയ്താൽ പ്രവൃത്തി ചെയ്യുന്ന മാതിരി തന്നെയാണ് അവരെല്ലാം ഉദ്ദേശിച്ച ദൗത്യം നിറവേറ്റേണ്ടത്. അപ്പൊ അവരെ സംബന്ധിച്ച് അപ്പൊ മാനസികമായിട്ട് അവർക്ക് കുറച്ച് കരുത്തുണ്ടാവും. എന്നാൽ തന്നെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ആകുമ്പോൾ അവരാകെ മാനസികമായി തകർന്നു പോകും. അവരെ ആ രീതിയിൽ സംരക്ഷിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും അതും കൂടെ ശ്രദ്ധിക്കാത്തതിന്റെ ഒരു അപാകതയാണ് ഇവിടെ സംഭവിച്ചു പോയത്. അദ്ദേഹത്തിന് ഇങ്ങനെ ഭാര്യയ്ക്ക് അസുഖമായിരുന്നു, ഭാര്യയെ അതേപോലെ തന്നെ അവർ ഗർഭിണിയായിരുന്നു, അവരെ പരിചരിക്കുക എന്ന് പറയുന്നത് ഒരു മാനുഷിക പ്രശ്നമാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു സ്നേഹത്തിന്റെയും പ്രശ്നമാണ്. അത് അനുവദിച്ചു കൊടുക്കാനുള്ള സംവിധാനം അവിടെ ഇല്ലാതെ പോയി, അല്ലെങ്കിൽ അത് ആരെങ്കിലും ശ്രദ്ധിക്കാതോ അല്ലെ ഇതേ ആവശ്യപ്പെടാതെ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു മിടുക്കനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മുടെ ഒരു സഹോദരന്റെ ജീവൻ പൊലിയില്ലായിരുന്നു. അതെന്തായാലും ഒരു വീഴ്ച ഉണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട. അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുകൊണ്ട് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അദ്ദേഹം ആ ഒരു അവസരം വരുമ്പോൾ ആരും ചിലപ്പോൾ ചെയ്തു പോകും. അത് വരാതിരിക്കാൻ നോക്കുന്നത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും മേലധികാരികൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ ചാർജിലുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടതാണ്. അപ്പം അത് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇതേമായ മാനസിക പ്രശ്നം വന്ന് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടാണല്ലോ വരുന്നത്. അപ്പൊ ആ ഒരു ലീവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. കാരണം ഇന്നലെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശനിയാഴ്ച ഞായറാഴ്ചയെങ്കിലും വീട്ടിൽ പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന മാനവവിഷമം കൊണ്ട് ചെയ്തു പോയതായിരിക്കും. എന്തായാലും അത് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അത് ശ്രദ്ധക്കുറവ്, ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ സുഭാഷ് ബാബുവാണ് പ്രതികരിച്ചത്. CBI